ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കമൻസിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ്. എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അതൊരു നെഗറ്റീവ് കമൻറ്റ് പോലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ആ കമൻറ്റ് ഇട്ടവർക്ക് അങ്ങനെയല്ല തോന്നുന്നതെങ്കിലും അങ്ങനെയുള്ള കുറച്ച് കമൻസിന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രൈറ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് എന്താണെന്ന് നോക്കാം. Please, my India and Kerala friends, don't follow this channel. This channel and this type of vacancies are only those who are in Ireland. ഈ കമൻറ്റ് ഇട്ടിരിക്കുന്ന ആൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ ചാനലിടുന്ന വീഡിയോസ് ഇന്ത്യയിലുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതല്ല, അയർലൻഡിലുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോസാണ്. അതുകൊണ്ട് ഈ ചാനൽ ആരും കാണണ്ട, നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യരുത് എന്നൊക്കെ വളരെ താഴ്മയോടുകൂടിയാണ് കമൻറ്റ് ഇട്ട ആൾ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ചാനൽ അങ്ങനെ ഇന്നവർക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇന്ത്യ അല്ലെങ്കിൽ അയർലൻഡ്, UK, ഓസ്ട്രേലിയ അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടല്ല. എനിക്കറിയാവുന്ന കുറച്ച് ഇൻഫോർമേഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞാനൊരു ഇന്ത്യക്കാരി ആയതുകൊണ്ട് തന്നെ കൂടുതലും ഇന്ത്യൻസ് ആണ് എൻ്റെ ചാനൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള കുറേ പേര് കമൻസ് അയക്കാറുണ്ട്, ചേച്ചി വേക്കൻസീസ് വരികയാണെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. സോ എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കാർക്കും അയക്കാൻ പറ്റുന്ന വേക്കൻസീസ് ആണ് ഇതെന്ന് എനിക്ക് തോന്നുന്ന വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇനി ചിലതൊക്കെ അങ്ങനെ അല്ലാത്തതായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷെ അത് ആ വീഡിയോസ് ഇവിടെ അയർലൻഡിൽ തന്നെ വന്നിട്ടുള്ള ഇന്ത്യക്കാർ ജോലിക്ക് വേണ്ടി നോക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ചാനലിൽ വരുന്ന കണ്ടന്റുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എടുക്കാം, അല്ലാത്തത് നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം. ഇനി ഞാൻ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇടും. വേക്കൻസീസ് ആവശ്യമുള്ള ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ വേക്കൻസീസ് എന്തെങ്കിലും എൻ്റെ കണ്ണിൽ പെടുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. രണ്ടാമത്തെ കമൻറ്റ് നോക്കാം. പുതിയത് കൊണ്ടുപോവാ ചേച്ചി, ഇത് മറ്റ് പല ചാനലിലും കേട്ട കാര്യങ്ങൾ കോപ്പി തന്നെയാണല്ലോ. ഇതല്ല ചേച്ചി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് പുതിയത് കൊണ്ടുപോവാ ചേച്ചി, ഇത് മറ്റു പല ചാനലിലും കേട്ടിട്ടുള്ള ഐറ്റമാണ് എന്നുള്ളൊരു രീതിയിലാണ് അവർ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. നല്ല രീതിയിലാണ് തോന്നുന്നു ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നല്ലതാണേലും അല്ലെങ്കിലും എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അയർലൻഡിലെ നഴ്സിംഗ് ജോബിൽ കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് മുന്നേ ഒരു ചാനലുകാർ ഇട്ടു എന്ന് വെച്ചുകൊണ്ട് എനിക്കത് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും കുറച്ച് കള്ളങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഇടാൻ പറ്റുമോ? ഉള്ള കാര്യമല്ലേ പറയാൻ പറ്റുമോ? അപ്പോൾ അത് മുന്നേ ഒരു ചാനൽ ഇട്ടെന്ന് വെച്ചുകൊണ്ട് എനിക്ക് ഇടാതിരിക്കാൻ പറ്റത്തില്ല. ആ ചാനൽ കാണാൻ ഇഷ്ടമുള്ള അവരുടെ സബ്സ്ക്രൈബേഴ്സ് അത് കാണും. ഇത് എൻ്റെ ചാനലിലുള്ള എന്നെ ഇഷ്ടമുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇടുന്നതാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ കാണുക. അതിപ്പോൾ എന്ത് കണ്ടന്റ് ആയാലും, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പോൾ വേക്കൻസീസ് ആയാലും ഇതേപോലെ തന്നെ വേക്കൻസീസ് ഇടുന്ന വേറെയും ചാനലുകളുണ്ട്. അപ്പോൾ അവർ എനിക്ക് മുന്നേ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനത് ഇടുമ്പോഴത്തേക്ക് അത് കോപ്പിയടിയായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഞാൻ അത് കോപ്പിയടിച്ചല്ല, കറക്റ്റ് സൈറ്റിലുള്ളത് നോക്കിയിട്ടാണ് ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ടുകളാണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ ടൈപ്പ് ചെയ്യുന്നത് വളരെ റെയർ ആയിട്ടാണ്. ടൈപ്പ് ചെയ്യുന്ന വഴി മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാകാതെ അതേപോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി വേക്കൻസീസിന്റെ കേസ് പറയുകയാണെങ്കിൽ, ഒരു വേക്കൻസി കണ്ടാൽ എത്രയും പെട്ടെന്ന് അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനതിന് ശ്രമിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഒരു 1.5 വയസ്സുള്ള കൊച്ചുണ്ട്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കാർട്ടൂൺ വോയിസ് ഉണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. കാരണം അത് നിങ്ങളിലേക്ക് എത്തിക്കണം, അല്ലാതെ അവൾ കാർട്ടൂൺ കാണുന്നത് നിർത്തി വഴക്കുണ്ടാക്കിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ വീഡിയോ എനിക്ക് ഉടനെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓക്കെ, എന്നാൽ കാർട്ടൂൺ കാണുവാണെങ്കിൽ കാണട്ടെ, ആ സമയം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എടുക്കുമായിരുന്നു. ഞാനിപ്പം ഈ റൂമിൽ നിന്ന് മാറി വേറെ റൂമിൽ പോയി എടുക്കാൻ നോക്കിയാലും അവൾ സമ്മതിക്കത്തില്ല. അപ്പം മാക്സിമം ഞാൻ കാർട്ടൂണിൻ്റെ സൗണ്ട് കുറച്ച് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. എന്നാലും ചിലർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ കാർട്ടൂൺ വോയിസ് ഉണ്ട് എന്നുള്ളത്. ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് എത്രയും പെട്ടെന്ന് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. സോ ഞാൻ കുറേയൊക്കെ അതിൽ വിജയിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി ഇട്ട 2 വേക്കൻസീസിൻ്റെ വീഡിയോസ് ആയാലും പലരും ഇപ്പോൾ ഇട്ട് വരുന്നതേ ഉള്ളൂ. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും മാക്സിമം പെട്ടെന്ന് ഇടാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് നിങ്ങൾ നന്നായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തായിരുന്നു നിങ്ങളുടെ കമൻസിലൂടെ. അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് ഇട്ടത്. സോ ഇനി അതുപോലെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോസ് പെട്ടെന്ന് വരും. ഐ മീൻ വേക്കൻസീസ് ഉണ്ടെങ്കിൽ. അടുത്ത കമൻറ്റ് എന്താണെന്ന് നോക്കാം. ഓരോന്നിറങ്ങിക്കോളും റീച്ച് കിട്ടാൻ, എന്ത് കള്ളവും പറഞ്ഞുകൊണ്ട് പാവങ്ങളെ പേടിപ്പിക്കാൻ. ഇയാൾക്ക് എവിടുന്നാ ഈ തെറ്റായ വിവരങ്ങൾ കിട്ടുന്നത്?
ഓരോന്നിറങ്ങിക്കോളും റീച്ച് കൂട്ടാനായിട്ട്, പാവങ്ങളെ പേടിപ്പിക്കാൻ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കറിയത്തില്ല ഒരു കമൻറ്റ്. റീച്ച് കൂട്ടാനാണെങ്കിൽ എനിക്ക് ഈ നഴ്സിംഗ് വീഡിയോ ചെയ്യണമെന്നില്ല. എനിക്ക് വേറെ എന്തെങ്കിലും ഫാമിലി വ്ളോഗോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം റീച്ച് കിട്ടും. പിന്നെ ഇതുപോലെ നഴ്സിംഗിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരാനും വേക്കൻസീസ് വരാനൊക്കെ ഞാൻ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. റീച്ച് കൂട്ടാനാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്നൊക്കെ ചാനൽ പിന്നെ വീഡിയോസ് എടുത്തിടാം. കുറേയൊക്കെ വീഡിയോസ് ഫ്ലോപ്പ് ആവും, കുറേയൊക്കെ സക്സസ് ആവും. അങ്ങനെ നോക്കിയിട്ടല്ലല്ലോ നമ്മൾ വീഡിയോസ് ഇടുന്നത്. ഇപ്പം ഞാനൊരു വീഡിയോ സക്സസ് ആവും എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് ഫ്ലോപ്പ് ആയിരിക്കും. അല്ല, ജസ്റ്റ് എന്നാൽ ഫ്ലോപ്പ് ആവും എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ, അതിന് അത്യാവശ്യം റീച്ച് കിട്ടും. ഈ റീച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഇതുവരെ 10K വ്യൂസിന് മുകളിൽ പോയിട്ടില്ല ഇതുവരെ ഒരു വീഡിയോയും. പിന്നെ എന്താണ് ഈ റീച്ച് എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട്, അല്ലാതെ ഈ പറയുന്ന ഹെവി റീച്ച് ഒന്നും കൂട്ടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുമാത്രമല്ല, എൻ്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞാലും 5 മിനിറ്റിൽ താഴെയായിരിക്കും. ഒരു 8 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ ഉള്ളൊരു വീഡിയോ ചെയ്താലേ അതിന് അത്യാവശ്യം റീച്ചും കാശും കിട്ടത്തുള്ളൂ. എനിക്കറിയാം, സ്റ്റിൽ നമ്മൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ പലരുടെയും വിചാരം നമ്മൾ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട് എന്നൊക്കെ ആയിരിക്കും. സോ അതിനെക്കുറിച്ചൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് വരുമാനവും എല്ലാം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഉള്ള ഈ കമൻറ്റിനുള്ള മറുപടി ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, സുഹൃത്തെ, ഞാൻ റീച്ച് കൂട്ടാനല്ല ഉദ്ദേശിക്കുന്നത്. കുറേ മെസ്സേജസ് വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വേക്കൻസീസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. അതിപ്പോൾ പ്രൈവറ്റ് ആയാലും അല്ലാത്ത ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ളതായാലും എന്തായാലും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം ഞാൻ മാക്സിമം ഫ്രീ റിക്രൂട്ട്മെൻറ്റ്സ് ആണ് ഷെയർ ചെയ്യാൻ നോക്കുന്നത്. സോ അത് ആവശ്യമുള്ളവർക്ക് വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത്. ആവശ്യമില്ലാത്തവർ കാണണ്ടെന്നേ, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു 3 കമൻ്റാണ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത്. അല്ലെങ്കിൽ എന്നെ ഹർട്ട് ചെയ്തെന്ന് പറയാനൊന്നും പറ്റത്തില്ല. എന്നാലും നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് യൂസ് ആകട്ടെ എന്ന് വിചാരിച്ച് പെട്ടെന്ന് വീഡിയോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു കമൻറ്റ് വരുമ്പോഴത്തേക്ക് എന്നൊരു തോന്നത്തില്ലേ? അങ്ങനെ ഒരു തോന്നലുണ്ടാക്കിയ 3 കമൻറ്റാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്നെനിക്ക് തോന്നി. കാരണം അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഒരു ഭയങ്കര റിയാക്ഷൻ വീഡിയോ ഒന്നും അല്ല, അങ്ങനെ കരുതരുത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ അല്ലാത്തത് കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. ഇൻഫോർമേറ്റീവ് വീഡിയോസ് വരുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.